വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും, സിദ്ധു ആൻഡ് മുടിയൻ ഇവർ രണ്ടുപേരുടെയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നമ്മൾക്ക് തന്നിരിക്കുന്നത് ഉപ്പുമുളകിലെ പുതിയ ഡയറക്ടറായ രാജേഷ് തലച്ചിറ സാർ തന്നെയാണ്. രാജേഷ് ഏട്ടൻ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മൂപ്പരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പുമുളകിലോട്ട് മുടിയനും സിദ്ധുവും ഇനി എപ്പോഴാണ് വരിക എന്ന രീതിക്ക്. ഒരു റീപ്ലൈ ഞാനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് മുമ്പത്തെ കുറേ ഡയറക്ടേഴ്സിലൊക്കെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരും ഇതുവരെ റീപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രാജേഷ് ഏട്ടൻ എനിക്കിപ്പോൾ റീപ്ലൈ തന്നിട്ടുണ്ട്. മൂപ്പര് എപ്പോഴാണ് വരിക എന്ന രീതിക്ക് കറക്റ്റ് വ്യക്തമായിട്ടുള്ളൊരു അപ്ഡേറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് തന്നെയാണ്. നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന രണ്ട് റീ എൻട്രിയാണ് ഉപ്പുമുളകും സീസൺ 2-ലേത്, മുടിയൻ്റേതും സിദ്ധുവിൻ്റേതും. അതിൽ സിദ്ധുവിൻ്റെ രാജേഷ് ഏട്ടൻ പറയുന്നതിന് മുമ്പ് തന്നെ നീലു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ധു ഉടൻ വരുമെന്ന്. അത് തന്നെയാണ് രാജേഷ് ഏട്ടനും എനിക്ക് റീപ്ലൈ തന്നത്. സിദ്ധു ഉടൻ വരും എന്ന രീതിക്ക് തന്നെയാണ് രാജേഷ് ഏട്ടൻ റീപ്ലൈ തന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, സീസൺ 1-ൽ വെറും 3 എപ്പിസോഡ് മാത്രമാണ് സിദ്ധു എന്നൊരു കഥാപാത്രം ആകെ വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു 3 എപ്പിസോഡ് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള എപ്പിസോഡുകൾ തന്നെയാണ്. സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസാണ് ആ ഒരു കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. അതുകൂടി തന്നെ ആ ഒരു ക്യാരക്ടറുടെ റീ എൻട്രിക്ക് എല്ലാ ഫാൻസും ഒരുപോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു റീ എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. രാജേഷ് ഏട്ടൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ഉടൻ വരുമെന്നാണ്, സിദ്ധു ഉടൻ വരുമെന്നാണ്. അപ്പോൾ നമുക്ക് എത്രയും അടുത്ത സ്പെഷ്യൽ എപ്പിസോഡിലോ അല്ല സിദ്ധു വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പുമുളകിൽ സംഭവിക്കും എന്നുള്ളത് ഡയറക്ടറുടെ തന്നെ വാക്കാണ്. അടുത്തത് മുടിയൻ്റെ കാര്യം. രാജേഷ് ഏട്ടൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ മുടിയൻ വരാൻ ലേറ്റ് ആകുമെന്നാണ്. മുടിയൻ വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലും ഒരു പോസിറ്റീവ് സൈനുണ്ട്. കാരണം മുടിയൻ വരുമെന്ന രീതിക്ക് തന്നെയാണ് രാജേഷ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, മുടിയനും ഫ്ലവേഴ്സും പഴയ ഡയറക്ടറായിട്ടൊന്നും അത്ര വലിയ സ്വരച്ചേർച്ചയിലായിരുന്നില്ല. നമ്മൾ ആ ഒരു പ്രശ്നത്തിന് ശേഷം ഒരിക്കലും മുടിയൻ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരില്ല എന്ന രീതിക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ്, ഒരു ആൻസർ, അതും ഉപ്പുമുളകും ഇപ്പോൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ഡയറക്ടറുടെ അടുത്ത് തന്നെ വരുമ്പോൾ ഒരു മുടിയൻ ഫാൻസിന്, ഉപ്പുമുളകും ഫാൻസിന് എല്ലാവർക്കും ഒരു ആശ്വാസം നേരുകയാണ് ഈ ഒരു വാക്കുകൾ. ഇത്രയും നാൾ നമ്മൾ ആർട്ടിസ്റ്റുകളും അല്ലാതെ വേറെ സ്റ്റോറിയിൽ നടക്കുന്നത് ബേസ് ചെയ്തിട്ടായിരുന്നു ഉപ്പുമുളക് അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഉപ്പുമുളകും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജേഷ് തലച്ചിറ സാറ് മൂപ്പര് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് മുടിയനും സിദ്ധുവും വരുമെന്നല്ല, സിദ്ധു ഉടൻ വരുമെന്നും മുടിയൻ കുറച്ച് ലേറ്റ് ആകുമെന്നാണ് മൂപ്പര് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഉപ്പുമുളകിൽ ഉണ്ണികൃഷ്ണൻ സാറ് മാറിയതിന് ശേഷം കുറച്ച് സംഭവങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ഉപ്പുമുളകിൽ സംഭവിക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് ഉപ്പുമുളകും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, അതായത് ഉണ്ണികൃഷ്ണൻ സാറുടെ എപ്പിസോഡുകളും ഇപ്പോൾ രാജേഷ് തലച്ചിറ ചേട്ടൻ്റെ എപ്പിസോഡുകളും കാണുന്നവർക്ക് മനസ്സിലായി കാണും, ഈ 2 എപ്പിസോഡിലെ ഡയലോഗുകൾക്ക് പോലും വ്യത്യാസമുണ്ട്. അതായത് ഉണ്ണി സാറ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തൊന്നും മുടിയൻ എന്നുള്ളൊരു വാക്ക് പോലും ഉപയോഗിക്കില്ല, മൂത്തൊരു മോനുണ്ട് എന്ന രീതിക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, നീലുവിൻ്റെ സഹോദരങ്ങളായ ശ്രീരാജേട്ടനും ശ്രീകുട്ടനും, അതിൽ ശ്രീരാജേട്ടനെ എന്നൊരു ക്യാരക്ടറെ ഭയങ്കര വില്ലനായിട്ടായിരുന്നു ചിത്രീകരിച്ചു കൊണ്ടിരുന്നത്. അതിന് കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, സീസൺ 1-ൽ ഒരു ഉണ്ണികൃഷ്ണൻ സാർ മാറിയതിന് ശേഷം വന്ന ഡയറക്ടറായിരുന്നു ആ ശ്രീരാജ് എന്ന ക്യാരക്ടർ ചെയ്തു വെച്ചിരുന്ന ആൾ. അങ്ങനെ ഉപ്പുമുളകും കുറച്ച് വേറെ ട്രാക്കിലൊക്കെ ആയിരുന്നു ഉണ്ണികൃഷ്ണൻ സാർ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ രാജേഷ് ഏട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഉപ്പുമുളകും പഴയൊരു വൈബിലായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകരുടെ തന്നെ അഭിപ്രായമാണ്. മാത്രമല്ല, കഴിഞ്ഞ എപ്പിസോഡുകളിൽ പോലും ഈ ശ്രീകുട്ടൻ, ശ്രീരാജ് എന്നീ 2 ക്യാരക്ടറേയും പോസിറ്റീവായിരുന്ന രീതിക്ക് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുടിയൻ എന്നൊരു ക്യാരക്ടർ ഉണ്ട് എന്ന രീതിക്കും പറയുന്നുമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തന്നെ ഇപ്പോൾ എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ബാലു ഒന്നും ഇപ്പോൾ കറൻ്റ്ലി ഉപ്പുമുളകിന് ഈ ഒരു ഷെഡ്യൂളിലില്ല. എന്നിട്ട് പോലും എപ്പിസോഡുകൾ അത്രയും എൻഗേജിങ് ആയിട്ട്, അത്രത്തോളം എൻ്റർടൈനിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. എനിക്ക് കമ്പാരിറ്റീവ്ലി ഉണ്ണി സാറിനേക്കാളും രാജേഷ് ഏട്ടൻ്റെ എപ്പിസോഡുകളാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നത്. ഏതായാലും ഉപ്പുമുളക് ഇപ്പോൾ പതിയെ മാറി തുടങ്ങിയിരിക്കുന്നു, പഴയൊരു ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഉപ്പുമുളകും. നമുക്കിനിപ്പോൾ ലച്ചുവിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള സിദ്ധു എന്നൊരു ക്യാരക്ടർ നമുക്ക് ഉടൻ ഉപ്പുമുളകിൽ പ്രതീക്ഷിക്കാം. മുടിയൻ എന്ന് ആ ഒരു ക്യാരക്ടർ വരാൻ കുറച്ച് ലേറ്റ് ആകും, പക്ഷേ വരാതിരിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഡയറക്ടറിന് ഉപ്പുമുളക് മുടിയൻ വരാൻ ലേറ്റ് ആകും എന്ന രീതിക്ക് പറയുന്നുണ്ട്. അതിലൊരു പോസിറ്റീവ് സൈനുണ്ട് വരുമെന്നുള്ളത്. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ച് മുടിയൻ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരുന്ന ആ ഒരു ദിവസത്തിലേക്ക് നമുക്ക് കാത്തിരിക്കാം. പിന്നെ അടുത്തത് വരാനിരിക്കുന്നത് സിദ്ധുവാണ്. അപ്പോൾ സിദ്ധു എന്നൊരു ക്യാരക്ടർ ഇനിയിപ്പോൾ അടുത്തത് എപ്പോഴാണ് വരിക എന്നുള്ള രീതിക്കുള്ള ഒരു കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് വരാൻ ചാൻസ് കൂടുതലെന്ന് വെച്ചാൽ, ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിന് വരാൻ ഹൈലി ചാൻസസ് ഉണ്ട്. അതിന് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഏതായാലും ഒരു 1.5 മാസത്തിനകം ഒരു എപ്പിസോഡിൽ സിദ്ധു തിരിച്ചു വരുന്നതായിരിക്കും. ഇനി വന്നാലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അത് ഡൗട്ടാണ്. കാരണം ഇപ്പോൾ ഉപ്പുമുളകിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഉള്ള ക്യാരക്ടേഴ്സ് തന്നെ കുറേ സ്ക്രീൻ സ്പേസ് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു ക്യാരക്ടറും കൂടി വന്നു കഴിഞ്ഞാൽ, അതും സിദ്ധുവിൻ്റെ ഡെയിൻ ഡേവിസിനെ പോലത്തെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ, ആ ഒരു ക്യാരക്ടർക്ക് ചെറിയൊരു 2-3 ഡയലോഗുകൾക്ക് മാത്രം കൊണ്ടുവന്ന് നിർത്തുന്നത് എന്നത് മോശമാണ്. അതുകൊണ്ട് 1-2 എപ്പിസോഡുകൾ വന്ന് അതൊരു സ്പെഷ്യൽ എപ്പിസോഡ് പോലെ പോകാനേ സാധ്യതയുള്ളൂ.
ഏതായാലും സിദ്ധു എന്നൊരു ക്യാരക്ടർ തിരിച്ചു വരിക എന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും ആവേശം നൽകുന്നതാണ്. അതുപോലെ മുടിയനും അങ്ങനെ ഈ രണ്ട് ക്യാരക്ടറുടെയും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. രണ്ട് ക്യാരക്ടറും ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരും എന്നുള്ളത്. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.